നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രദക്ഷിണത്തെക്കുറിച്ചാണ്. പ്രദക്ഷിണത്തിലൂടെ നമുക്ക് ആത്മീയപരമായും ശാരീരികപരമായും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് പ്രദക്ഷിണം. ഓരോ ക്ഷേത്രത്തിലെയും ആരാധനാമൂർത്തി ഏതെന്ന് മനസ്സിലാക്കി വേണം പ്രദക്ഷിണം ചെയ്യാൻ. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതാത് മൂർത്തിയുടെ മൂലമന്ത്രം ജപിച്ചു വേണം പ്രദക്ഷിണം ചെയ്യാൻ. ട്ര എന്നത് സർവഭയനാശം, ദ എന്നത് മോക്ഷദായകം, ക്ഷി എന്നത് രോഗനാശകം, നം എന്നത് ഐശ്വര്യപ്രദം. ഇതാണ് പ്രദക്ഷിണം എന്ന വാക്കിന്റെ അർത്ഥം. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രദക്ഷിണം ചെയ്യാം. എന്നാൽ ഓരോ സമയത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. രാവിലെ പ്രദക്ഷിണം ചെയ്താൽ ദുഃഖശമനത്തിനും, ഉച്ചയ്ക്ക് പ്രദക്ഷിണം ചെയ്താൽ ഇഷ്ടലാഭവും, വൈകിട്ടാണെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. പാപമോചനമാണ് ആദ്യ പ്രദക്ഷിണം കൊണ്ട് ഉണ്ടാകുന്നത്. ഭഗവാനെ ദർശിക്കുവാനുള്ള അനുമതിക്കാണ് രണ്ടാമത്തെ പ്രദക്ഷിണം. മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യുന്നു. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കരുത്. ബലിക്കല്ല് എപ്പോഴും വലതുവശത്തായി വരത്തക്ക രീതിയിൽ വേണം പ്രദക്ഷിണം ചെയ്യാൻ. അഭിഷേക ഓവിലെ തീർത്ഥം സേവിക്കരുത്. കൂടാതെ ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. ചന്ദ്രക്കലയുടെ ആകൃതിയിലായിരിക്കണം പ്രദക്ഷിണം. ഗണപതി ക്ഷേത്രങ്ങളിൽ ഒരു പ്രദക്ഷിണമേ ആകാവൂ. എന്നാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇതിനു വ്യത്യാസമുണ്ട്. ഓരോ ദേവതയ്ക്കും പ്രദക്ഷിണത്തിന് ഓരോ കണക്കുണ്ട്. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം, ഭദ്രകാളിക്ക് 2 പ്രദക്ഷിണം, ശിവന് 3 പ്രദക്ഷിണം. ശിവനെ വലം വയ്ക്കുമ്പോൾ ശ്രീകോവിലിന്റെ ഇടതുവശത്തെ ഓവ് മുറിച്ച് കടക്കരുത്. ഓവിനടുത്തു നിന്ന് തിരിഞ്ഞു നടന്ന് ഓവിന്റെ മറുവശത്ത് വന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കണം. പൂർണ്ണതയുടെ ദേവനാണ് ശിവൻ. അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രദക്ഷിണം വെച്ചാൽ അതിനർത്ഥം ശിവന്റെ ശക്തികൾ പരിമിതമെന്നാകും. അതുകൊണ്ട് തന്നെയാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാത്തതും. ശിവഭഗവാന്റെ ശിരസിൽ നിന്നും ഗംഗാദേവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാജലം ഒഴുകുന്ന ഓവ് മുറിച്ചു കടന്ന് പ്രദക്ഷിണം ചെയ്യരുത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ശിവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേക ജലം പലപ്പോഴും പൂർണ്ണ പ്രദക്ഷിണ സമയത്ത് ഭക്തർ ചവിട്ടാൻ ഇടയുണ്ട്. അതുകൊണ്ടും പൂർണ്ണ പ്രദക്ഷിണം അരുതെന്ന് പറയുന്നു. പ്രദക്ഷിണങ്ങളെല്ലാം വലത്തോട്ട് തന്നെയായിരിക്കണം എന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലത്തു വയ്ക്കുക എന്ന് പഴമക്കാർ പറയുന്നതും. അർദ്ധപ്രദക്ഷിണം ചെയ്യുന്നത് പാപങ്ങളെ ഇല്ലാതാക്കുന്നു എന്നും വിശ്വാസമുണ്ട്. ഭക്തരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ ലോകനാഥനായ ശിവനുമേൽ വേറെ ശക്തിയില്ല എന്നതും അർദ്ധപ്രദക്ഷിണത്തിന്റെ കാരണങ്ങളിൽ ചിലതാണ്. മഹാവിഷ്ണുവിന് 4 പ്രദക്ഷിണം, ശാസ്താവിനും അയ്യപ്പനും 5 പ്രദക്ഷിണം, സുബ്രഹ്മണ്യന് 6 പ്രദക്ഷിണം, ദുർഗാദേവിക്ക് 7 പ്രദക്ഷിണം, നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണം. എല്ലാത്തിനുമുപരി ഓരോരോ ക്ഷേത്രങ്ങളിലും നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കാൻ.